ഒരുമയുടെ സന്ദേശവുമായി റമദാൻ വ്രതാരംഭത്തെ വരവേറ്റ് പാലക്കാട് അത്താർ ജമാഅത്ത് പള്ളി. പാലക്കാട് നഗരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നോമ്പ് തുറയ്ക്കുള്ള എല്ലാ സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, പാലക്കാട് വിഭവസമൃദ്ധമായ അത്താഴം നൽകുന്ന പള്ളി കൂടിയാണിത്. റമദാൻ മാസമായാൽ വൈകിട്ട് 5 മണിയോടെ വിശ്വാസികൾ എത്തിത്തുടങ്ങും. ആദ്യം നിസ്കാരം, തുടർന്ന് നോമ്പുതുറയുടെ തിരക്കുകളിലേക്ക്. നിസ്കാരം കഴിഞ്ഞാൽ ജീരകക്കഞ്ഞി വാങ്ങാൻ പാത്രങ്ങളുമായി എല്ലാവരും എത്തും. മതേതരത്വത്തിൻ്റെയും ഒരുമയുടെയും ഔഷധക്കഞ്ഞി കൂടിയാണ് പാലക്കാട് അത്താർ ജമാഅത്ത് പള്ളി വിതരണം ചെയ്യുന്നത്. ജാതി മതഭേദമന്യേ നഗരത്തിൽ ജോലി ചെയ്യുന്നവരും പള്ളിയുടെ സമീപത്തെ വീട്ടുകാരും ജീരകക്കഞ്ഞി വാങ്ങാനെത്തും. പാലക്കാട് നഗരത്തിലെത്തുന്ന വിശ്വാസികൾക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ സൗകര്യവും പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. നോൻപ് തുറയ്ക്ക് ഇവിടെ 100, 150, 200 പേര് വന്ന് നോൻപ് തുറയ്ക്കും വന്ന് സഹകരിച്ച് നോൻപ് തുറന്നിട്ട് പോകാറുണ്ട്. അതെല്ലാം നല്ല വിധമായിട്ട് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഭാഗത്തു നിന്നും വരുന്ന യാത്രക്കാരും ഹോസ്പിറ്റൽ ജീവനക്കാരും പോലീസുകാരും അതുകൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും മറ്റ് പലവിധ ആൾക്കാരുകളും പല ജോലികൾക്കായിട്ടും വന്ന് താമസിക്കുന്നവരും കോളേജ് വിദ്യാർത്ഥികൾ അടക്കം 100 ചില്ലാനം കുട്ടികൾ വന്ന് ആൾക്കാരും വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. നോമ്പുകാലത്തെ സ്പെഷ്യൽ ജീരകക്കഞ്ഞി മാത്രമല്ല പാലക്കാട്ടെ അത്താർ പള്ളിയുടെ പ്രത്യേകത. പാലക്കാട് ജില്ലയിൽ വിഭവസമൃദ്ധമായ അത്താഴം നൽകുന്ന ഏക പള്ളി കൂടിയാണ് അത്താർ പള്ളി. ഓരോ ദിവസവും വ്യത്യസ്ത വിഭവങ്ങൾ അടങ്ങിയതാണ് അത്താഴം. പുലർച്ചെ 3:30 അത്താഴം കൊടുക്കും. നഗരത്തിലെ ഓട്ടോ, ചുമട്ടുതൊഴിലാളികളും യാത്രക്കാരും വിദ്യാർത്ഥികളുമെല്ലാം അത്താഴം കഴിക്കാനെത്തും. നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പള്ളി കമ്മിറ്റി എല്ലാം സജ്ജീകരിക്കും. പള്ളി കമ്മിറ്റിയും വിശ്വാസികളും ചേർന്നാണ് റമദാൻ മാസത്തിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. 150 വർഷത്തിന്റെ പഴക്കവും തമിഴ് പാരമ്പര്യവുമുണ്ട് അത്താർ പള്ളിക്ക്. ചെറുതായിട്ടൊരു പള്ളി സ്ഥാപിച്ചു. അതിനുശേഷം കുടുംബം പിന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു കുടുംബങ്ങളാണ് കൂടുതലും ഇതിലുള്ളത്. ഒരു 50% ഞങ്ങളുടെ ഒരു ഇതായിട്ട്, ബാക്കിയൊക്കെ പുറമേ നിന്ന് വന്നവർ കുറേ കാലാകാലങ്ങളെ കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ആ ഇത് ഇല്ല. അപ്പം നമ്മൾ ആ കുടുംബങ്ങൾ സുമാർ 450-500 കുടുംബങ്ങൾ മലവാസികൾ ഇവിടെ ഉണ്ട്. തമിഴിലാണ് അത്താർ പള്ളിയിലെ പ്രസംഗം നടക്കുന്നത്. പ്രത്യേക പ്രാർത്ഥനയും റമദാൻ പ്രഭാഷണങ്ങളും കൊണ്ട് പള്ളികളും വിശ്വാസികളുടെ ഭവനങ്ങളും മുഖരിതമായി. അവരവരുടെ സന്തോഷമല്ല, മറ്റുള്ളവരെ കൂടി കരുതലോടെ കാണുകയാണ് ഈ നാളുകളിൽ. ന്യൂസ് മലയാളം, പാലക്കാട്.